ചിപ്സ് ആൻഡ് ഇലക്ട്രോണിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സാധാരണ നമ്മൾ ചെയ്യുന്ന ബ്രിഡ്ജ് റെക്ടിഫയറിനെ മാറ്റി ഒരു IC ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ബ്രിഡ്ജ് റെക്ടിഫയറിന് 4 ഡയോഡുകളാണ് ഇതുപോലെ വേണ്ടത്. ഈ 4 ഡയോഡിനെ നമ്മൾ ഡിസൈൻ ചെയ്തതിന് ശേഷം ഫിൽറ്റർ ഉപയോഗിച്ചിട്ടാണ് ആദ്യം നമുക്ക് നോർമലി ഡയോഡുകൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ ഡിസൈൻ ചെയ്യുന്നതെന്ന് ഈ സർക്യൂട്ടിലൂടെ ഒന്ന് മനസ്സിലാക്കാം. ഇവിടെ ഈ 4 ഡയോഡുകൾ ഇതുപോലെ പ്ലേസ് ചെയ്ത് സോൾഡർ ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ടിൽ ഒരു കപ്പാസിറ്ററും, അതായത് ഫിൽറ്ററിംഗ് കപ്പാസിറ്റർ എന്നാണ് പറയുക, ആ ഫിൽറ്ററിംഗ് കപ്പാസിറ്ററും കൂടെ കൊടുത്തതിന് ശേഷമാണ് നമ്മളൊരു റെക്ടിഫയർ ഡിസൈൻ ചെയ്യുക. ഇതിന് പകരം നമ്മളൊരു IC ഉപയോഗിച്ചിട്ട്, ഇതാണ് റെക്ടിഫയർ IC, ഇത് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നതാണ്. ഈ റെക്ടിഫയർ IC ഉപയോഗിച്ചിട്ട് ബാക്കി 4 ഡയോഡുകൾ ഉപയോഗിക്കുന്ന ഒഴിവാക്കി ഈ ഒരൊറ്റ ICയിൽ തന്നെ നമുക്ക് റെക്ടിഫയർ ഡിസൈൻ ചെയ്യുകയും മാക്സിമം വോൾട്ടേജും ആംബിയറും കറണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ ഉപയോഗിക്കാനും സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത് ഹൈ പവർ ആപ്ലിക്കേഷൻസിലാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് വരുന്നത്. ഇനി ഇതിൽ AC എവിടെ കൊടുക്കും, DC എവിടെ നിന്ന് എടുക്കും എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിന് ഈ ICയിൽ തന്നെ ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ടാവും. ഒരു പ്ലസ് മാർക്കിങ്ങും ഒരു AC മാർക്കിങ്ങും മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ പ്ലസ് മാർക്കിന് ഡയഗണലായിട്ട് വരുന്ന ലെഗ് ആയിരിക്കും അതിൻ്റെ നെഗറ്റീവ് എന്ന് പറയുന്നത്. അതായത് പോസിറ്റീവിൻ്റെ ഡയഗണലായിട്ട് വരുന്നത് നെഗറ്റീവും ACക്ക് ഡയഗണലായിട്ട് വരുന്നത് ആ ACയുടെ ലെഗും ആയിരിക്കും. അതുപോലെ തന്നെ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി AC കണക്ട് ചെയ്യുന്ന 2 ലെഗുകളും ഒരേ ഡിസൈനിങ്ങിലായിരിക്കും ഉണ്ടാവുക. DCയും എടുക്കേണ്ട ലെഗുകൾ തമ്മിൽ ഡിസൈനിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ആ ലെഗ് പ്ലേസ് ചെയ്തിരിക്കുന്ന ഡിസൈനിൽ ചെറിയൊരു വ്യത്യാസമുണ്ടാവും. അത് കണ്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാം. എന്തായാലും ACക്ക് ക്രോസ് ആയിട്ട് അല്ലെങ്കിൽ ഡയഗണലായിട്ട് വരുന്ന ലെഗുകളിൽ വേണം AC കണക്ട് ചെയ്യാൻ. പോസിറ്റീവ് എന്ന് എഴുതിയെടുത്തുന്നത് പോസിറ്റീവും അതിൻ്റെ ഡയഗണലായിട്ട് വരുന്നിടത്തുനിന്ന് നെഗറ്റീവും എടുക്കുക. ഇനിയിപ്പോൾ ഞാനത് സോൾഡർ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ആദ്യം ACയുടെ ലെഗുകളാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ AC എന്ന് എഴുതിയെടുത്ത് ഒരു ACയുടെ ലെഗ് കൊടുത്തു. ഇനി അടുത്ത ACയുടെ പോയിന്റ് കൊടുക്കേണ്ടത് അതിന് ക്രോസ്, അതായത് ഡയഗണലായിട്ട് വരുന്ന ആ ഒരു പിന്നിലാണ് ACയുടെ അടുത്ത ലെഗ് കൊടുക്കേണ്ടത്. അതും ഞാനിവിടെ സോൾഡർ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഇനി അടുത്ത പരിപാടി, നമുക്കൊരു ഔട്ട്പുട്ട് എടുക്കണം. ഔട്ട്പുട്ട് എടുക്കുന്നതിന് മുമ്പ് അതിൻ്റെ അകത്തൊരു ഫിൽട്ടർ കപ്പാസിറ്റർ കണക്ട് ചെയ്യണം. ഈ പോസിറ്റീവ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്തായിട്ട് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ലെഗ് സോൾഡർ ചെയ്യുക. അതിൻ്റെ നേരെ ഡയഗണലായിട്ട് വരുന്ന ലെഗിൽ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് ഒന്ന് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ അക്രോസ് ആയിട്ട് ഔട്ട്പുട്ട് വരുമ്പോൾ ഫിൽട്ടർ ആയിട്ടുള്ള ഔട്ട്പുട്ട് ലഭിക്കുകയും ചെയ്യും. അങ്ങനെ കപ്പാസിറ്ററിൻ്റെ പ്രവർത്തനം അതിൻ്റെ അക്രോസ് ആയിട്ട് നടക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ ഈ 2 ലെഗിന് അക്രോസ് ആയിട്ടായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുക. അതായത് പോസിറ്റീവ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നതും അതിന് ഡയഗണലായിട്ട് വരുന്ന ലെഗിൽ നിന്നുമാണ് ഔട്ട്പുട്ട് എടുക്കുക. അല്ലെങ്കിൽ നമുക്ക് കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ടുള്ള ആ കപ്പാസിറ്റർ അക്രോസ് ആയിട്ട് ഔട്ട്പുട്ട് വരിക. ഇനി നമുക്ക് മൾട്ടിമീറ്റർ ഞാനൊന്ന് ചെക്ക് ചെയ്ത് കാണിക്കാം ഇതിൻ്റെ ഔട്ട്പുട്ടുകൾ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. ആദ്യം നമുക്ക് AC ഒന്ന് ചെക്ക് ചെയ്യാം. ഞാൻ മൾട്ടിമീറ്റർ ACയിലാണ് പ്ലേസ് ചെയ്തിട്ടിരിക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് നിന്ന് ഔട്ട്പുട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഔട്ട്പുട്ട് AC ചെക്ക് ചെയ്യുമ്പോൾ ഏകദേശം 13 വോൾട്ട് സംതിങ് വരുന്നുണ്ട്. അതായത് 13 ആണ്, 12 വോൾട്ടിൻ്റെ ട്രാൻസ്ഫോമറാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പം 13 വോൾട്ട് ഏകദേശം നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ഇനി ഫിൽട്ടർ ചെയ്ത് വരുമ്പോൾ ഔട്ട്പുട്ട് ഇത്തിരി കൂടും. അതായത് √2 ഇൻറ്റു നമുക്ക് കൊടുക്കുന്ന ഇൻപുട്ടാണ് നമ്മുടെ ഔട്ട്പുട്ടായിട്ട് വരിക. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ഇച്ചിരി കൂടുതലായിട്ടായിരിക്കും DCയിൽ കാണിക്കുക. അപ്പോൾ നമുക്ക് DCയിൽ ഇട്ടും കൂടി ഒന്ന് നമുക്ക് ഔട്ട്പുട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് 16, 17 സംതിങ് വരുന്നുണ്ട്. അപ്പം തിരിച്ചു കൊടുക്കാം. പോസിറ്റീവും ലെഗ് മാറിപ്പോകാതെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പോസിറ്റീവിൽ കൊടുത്തിട്ടുണ്ട്, കപ്പാസിറ്റർ ക്രോസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിലവിൽ 18 വോൾട്ട് അടുത്ത് ഇത് കാണിക്കുന്നുമുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് LED വെച്ചിട്ടും കൂടി ഈ ഔട്ട്പുട്ടുകളൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ACയിൽ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് 2 ഡയറക്ഷനിലും, അതായത് LED നെഗറ്റീവും പോസിറ്റീവും മാറി മാറി കൊടുത്താലും കത്തും. DCയിൽ കൊടുത്താൽ മറിച്ച് കൊടുത്താൽ കത്തത്തില്ല. അതായത് പോസിറ്റീവ് ലെഗിൽ പോസിറ്റീവ് തന്നെ വരണം, നെഗറ്റീവ് ലെഗിൽ നെഗറ്റീവ് സപ്ലൈ തന്നെ വരണം. അതുകൊണ്ടാണ് അത് കത്താത്തത്. അപ്പോൾ ഇനി പോസിറ്റീവും നെഗറ്റീവും മാറി മാറി കൊടുത്താലും ACയിൽ കുഴപ്പമില്ല. ACയിൽ എങ്ങനെ കൊടുത്താലും ഇത് കത്തും. അപ്പോൾ ഇനി എല്ലാവരും റെക്ടിഫയറിൻ്റെ ആപ്ലിക്കേഷൻസ് ചെയ്യുന്ന സമയത്ത് ഈ IC വാങ്ങുക, നേരിട്ട് സപ്ലൈ AC കൊടുക്കുക, DC ഔട്ട്പുട്ട് എടുക്കുക. ഈ കാണുന്ന പോലത്തെ നമ്മുടെ പഴയ കൺവെൻഷണൽ ആയിട്ടുള്ള ബ്രിഡ്ജ് റെക്ടിഫയർ ഒക്കെ എടുത്തിനി കളയാം. നേരിട്ട് IC തന്നെ ഉപയോഗിച്ച് നമുക്ക് എല്ലാ വർക്കുകളും ചെയ്യാം. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.